അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം തൽക്കാലത്തേക്കെങ്കിലും തകർന്ന അവസ്ഥയിലാണല്ലോ ഇപ്പോൾ. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിർണായകമായ ചില തീരുമാനങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതാണ്. ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഇതോടെ ഇന്ത്യൻ കയറ്റുമതിക്ക് മൊത്തം 50% തീരുവയായി. ട്രംപിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുന്നു എന്നതാണ്. പക്ഷേ സത്യത്തിൽ ഈ ആരോപണം അന്യായമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒരാളാണ്. അതുപോലെ തന്നെയാണ് ആയുധ ഇറക്കുമതിയുടെ കാര്യവും. പരമ്പരാഗതമായി റഷ്യയാണ് ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരൻ. എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആയുധ കയറ്റുമതി ശേഷി കുറഞ്ഞതോടെ ഇന്ത്യ അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഈ നയത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് സ്ട്രൈക്കർ കോംബാറ്റ് വെഹിക്കിൾസ്, ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ, ബോയിങ് P-81 വിമാനങ്ങൾ എന്നിവ വാങ്ങാനുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ 50% തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ ഈ ആയുധ കച്ചവട ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. കൂടാതെ രാജ്നാഥ് സിംഗിന്റെ വാഷിംഗ്ടണിലേക്കുള്ള യാത്രയും റദ്ദാക്കി. ഈ യാത്രയിൽ 32,000 കോടിയുടെ ബോയിങ് P-81 വിമാനം അടക്കമുള്ള കരാറുകൾ പ്രഖ്യാപിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ട്രംപിന്റെ തീരുവ നയം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ദശാബ്ദത്തിലെ ഏറ്റവും മോശം നിലയിൽ എത്തിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാരം കുറച്ചെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് അന്യായമാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എപ്പോഴും പറയുന്നത് ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വിലയിരുത്തരുത്. അതായത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള ബന്ധം അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിധേയമല്ല എന്നർത്ഥം. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. റഷ്യയും ഉക്രൈനും യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ ആകെ ആവശ്യത്തിൻ്റെ 35% എണ്ണ ഇറക്കുമതിയും റഷ്യയിൽ നിന്നാക്കി ഉയർത്തി. ഇതിൻ്റെ കാരണം റഷ്യൻ എണ്ണ വില കുറഞ്ഞതാണ്. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ആഗോള എണ്ണവില സ്ഥിരപ്പെടുത്താൻ സഹായിച്ചു. ഇത് ഒരു സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ഇതേ വിലയ്ക്ക് എണ്ണ നൽകണം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ്. ഇതിനിടെ അപ്പുറത്ത് റഷ്യ ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്താൻ S-500 മിസൈൽ സിസ്റ്റവും സുഖോയ് Su-57 5ാം തലമുറ വിമാനവും ഇതിൻ്റെ ഒക്കെ കൂടെ പല കോംബോ ഓഫറുകളും നൽകിയിരുന്നു. എന്നിട്ടും ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായി ഒരു പുതിയ കരാറും ഉണ്ടാക്കിയിട്ടില്ല. എന്നിരുന്നാലും ദശാബ്ദങ്ങളായുള്ള ഇന്ത്യ റഷ്യ ബന്ധം കാരണം ഇന്ത്യയുടെ പല സൈനിക സംവിധാനങ്ങൾക്കും റഷ്യൻ പിന്തുണ ആവശ്യമാണ്. അതിനാൽ റഷ്യയുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കില്ല. അതേസമയം ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണം ചൈനയെ നേരിടുന്നതിനുള്ള താൽപ്പര്യങ്ങൾ കൊണ്ട് മാത്രമുണ്ടായതാണ്. ഇതിൻ്റെ ഭാഗമായി ഇൻ്റലിജൻസ് പങ്കിടലും സംയുക്ത സൈനിക അഭ്യാസങ്ങളും നടന്നു വരികയായിരുന്നു. നമ്മുടെ നയം ഒരു രാജ്യവുമായുള്ള ബന്ധം ശക്തമാക്കി മറ്റൊരാളെ ഒഴിവാക്കുന്നതല്ല, മറിച്ച് ബഹുമുഖ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഈ തർക്കം താൽക്കാലികമാണ്. ട്രംപിൻ്റെ തീരുവ നയങ്ങൾ പലപ്പോഴും വേഗത്തിൽ തന്നെ മാറാറുണ്ട്. ഇന്ത്യ എപ്പോഴും നമ്മുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശക്തമായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. റഷ്യയുമായുള്ള ബന്ധവും അമേരിക്കയുമായുള്ള സഹകരണവും സന്തുലിതമാക്കി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിക്കുന്നത്. അതുതന്നെ തുടർന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.